നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചു. ജാമ്യം നൽകാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചത് വിചാരണയിലെ കാലതാമസമാണ്. വിചാരണ കോടതിയെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കോടതി പൾസർ സുനിക്ക് ജാമ്യം നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബൈജു പൗലോസിനെ എട്ടാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ ദിവസങ്ങളോളമാണ് ക്രോസ് വിസ്താരം നടത്തിയത്. ഇക്കാര്യത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ടാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നതിനിടെ വിചാരണയിലെ മെല്ലെപ്പോക്കിനെക്കുറിച്ച് ജസ്റ്റിസ് അഫയ് ഓകയും ജസ്റ്റിസ് പങ്കജ് മിത്തലും നീരസം അറിയിച്ചു. എട്ടാം പ്രതിയും നടനുമായ ദിലീപിൻ്റെ അഭിഭാഷകന് സാക്ഷികളെ ക്രോസ് വിസ്താരം നടത്താൻ കൂടുതൽ സമയം അനുവദിച്ചു നൽകിയെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ പരമേശ്വർ കോടതിയിൽ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാൻ 95 ദിവസം നൽകി. 1800 പേജുള്ള വിസ്താരമാണിത്. വിസ്താരം ഇത്രയും നീണ്ടിട്ടും സംസ്ഥാന സർക്കാർ അതിനെതിരെ ശബ്ദമുയർത്താൻ തയ്യാറായില്ലെന്നും പൾസർ സുനി വാദിച്ചു. സ്വാധീനമേറെയുള്ള ഒരു പ്രതി ഒരു സാക്ഷിയെ 1800 പേജോളം ക്രോസ് വിസ്താരം നടത്തിയെന്നത് അതിശയിപ്പിക്കുന്നുവെന്ന് ജസ്റ്റിസ് ഓക പറഞ്ഞു. എത്ര ദിവസം ഇനി വാദിക്കും? 7.5 വർഷത്തോളമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണ്. 261 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. CRPC സെഷൻ 313 അനുസരിച്ചുള്ള വിസ്താരം പോലും മാസങ്ങളെടുക്കും. വിചാരണ കോടതി ജഡ്ജി പ്രതികളിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന നടപടിക്രമമാണിത്. പ്രോസിക്യൂഷൻ സാക്ഷി വിസ്താരം പൂർത്തിയായതായി സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. എങ്കിലും വിചാരണ പൂർത്തിയാകാൻ ഇനിയും സമയം വേണ്ടിവരും. കുറ്റപത്രം നൽകി മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടത്താവുന്ന കേസുകളിൽ പോലും ജാമ്യത്തിനായി പ്രതികൾക്ക് പലതവണ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരാറുണ്ട്. ജാമ്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ വിശദമായ വാദം സമർപ്പിക്കുന്നത് വിധിപ്പകർപ്പുകളുടെ വലിപ്പം വർദ്ധിപ്പിക്കും. അതും സുപ്രീം കോടതിയിൽ കാലതാമസത്തിന് കാരണമാകാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2017 നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി 2017 ഫെബ്രുവരി 23 മുതൽ റിമാൻഡിലാണ്. കൂട്ടബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന എന്നിവ അടക്കമുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. കേരള ഹൈക്കോടതിയിൽ മാത്രം 10 ജാമ്യാപേക്ഷകൾ സുനി നൽകിയിട്ടുണ്ട്. സുനി പുറത്തിറങ്ങിയാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും നടിയെ ഭീഷണിപ്പെടുത്താനിടയുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ മാറ്റമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 2023 സുനിയുടെ 10ാം ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകുന്നതിന് 25,000 രൂപ പിഴയിട്ടുകൊണ്ടായിരുന്നു കോടതിയുടെ നടപടി. മുമ്പ് 2 തവണ ജാമ്യം നിശ്ചയിച്ചതിന് ശേഷമാണ് വിചാരണയിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. ഹൈക്കോടതി ഏർപ്പെടുത്തിയ പിഴയിൽ ഇടപെടാൻ പക്ഷേ സുപ്രീം കോടതി തയ്യാറായില്ല. സുനി ജയിൽ മോചിതനാകണമെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും. ഇതിനിടെ കർശന ജാമ്യ വ്യവസ്ഥ വേണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും ജാമ്യ വ്യവസ്ഥ സംബന്ധിച്ച് വിചാരണ കോടതിയിൽ സർക്കാരിന് ആവശ്യപ്പെടാമെന്നാണ് കോടതി വ്യക്തമാക്കിയത്.